നമസ്കാരം. ഈ കാലഘട്ടത്തിൽ യു.പി.ഐ പേയ്മെൻറ്റ്സ് യൂസ് ചെയ്യാത്തവരെ ആരും തന്നെയില്ല. ചെറിയ ചായക്കടയിൽ പോലും നമ്മൾ യു.പി.ഐ പേയ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യു.പി.ഐ പേയ്മെൻറ്റ്സിലായ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിൽ നിന്ന് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഫോൺ പേ, പേടിഎം അങ്ങനെയുള്ള ആപ്പുകളായിരിക്കാം യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം വേറൊന്നുമല്ല. എൻ്റെ സുഹൃത്തിന് ഈ യു.പി.ഐ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറേ പൈസ നഷ്ടപ്പെട്ടു. അങ്ങനെ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഇത് നഷ്ടപ്പെടുന്നതിന് കാര്യം കണ്ടെത്താനായി. അങ്ങനെ എന്നാലും അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് കണ്ടെത്താനായത്. സംഭവം നിസ്സാരമാണെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ നഷ്ടമാകും. പ്രത്യേകിച്ച് യു.പി.ഐ ആപ്പുകളിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ പല ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അഥവാ ഒന്നീ വൺ ടൈം പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഓട്ടോ പേ എന്നൊരു ഓപ്ഷൻ. ഓട്ടോ പേ. ഈ ഓട്ടോ പേ എന്നുള്ള വാക്ക് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. പലപ്പോഴും ആൾക്കാർ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് അവർക്കൊരു കൺവീനിയൻസിന് വേണ്ടിയാണ്. മന്ത്ലി അവർ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കണക്ട് ആയിട്ടുള്ള യു.പി.ഐ ആപ്പിൽ നിന്നും ഈ പേയ്മെൻറ്റ് ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻസുകൾ. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ആളുകളും ഈ ഓട്ടോ പേയുടെ കാര്യം മറന്നുപോകും. ഇങ്ങനെ മറവി സംഭവിക്കുമ്പോൾ ഈ ഓട്ടോ പേയിൽ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഓട്ടോ പേ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മന്ത്ലി എടുത്തുകൊണ്ടേയിരിക്കും. പല തുകയാവും. പല ആളുകൾ 500 രൂപയുടെ പ്ലാൻ ആവാം, അതിന് മുകളിലാവാം. നിങ്ങൾക്ക് പൈസ നിങ്ങൾ പോലും അറിയാതെ നഷ്ടമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഏതൊക്കെ ആപ്പുകൾ നിങ്ങൾ ഓട്ടോ പേ ചെയ്തു നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ എന്തായാലും ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാത്തവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. എന്തായാലും ഇതിലാദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മുകളിലൊരു DP ഉണ്ട്, പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്. ആ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരല്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓട്ടോ പേ, ഈ ഓട്ടോ പേ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ലൈവ് പെൻഡിങ് കംപ്ലീറ്റഡ്. അപ്പോൾ ലൈവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്ന ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. എനിക്കിത് ഇങ്ങനെ നോക്കിയപ്പോൾ പല ആപ്ലിക്കേഷൻസ് എൻ്റെ അക്കൗണ്ടിൽ നിന്നും 2-3 ആപ്ലിക്കേഷൻസ് പേയ്മെൻറ്റ് ഓട്ടോ ഡെബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനതെല്ലാം ഡിസേബിൾ ചെയ്തു. ഇതെങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. സംഭവം വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഈ ഉദാഹരണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യാത്തൊരു ആപ്പാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സ്റ്റാർട്ട് ഡേറ്റ് 30 ജാനുവരി 2023, എൻഡ് ഡേറ്റ് 2033. അപ്പോൾ അതുവരെ ഇത് ഓട്ടോ ഡെബിറ്റ് ഓപ്ഷനിൽ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ ക്യാൻസൽ ഓട്ടോ പേ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ക്യാൻസൽ ഓട്ടോ പേ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓപ്ഷൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോ ഡെബിറ്റ് സ്റ്റോപ്പ് ആവുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു കാരണവശാലും അവർക്ക് ഇനി പൈസ എടുക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫോണിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഈ യു.പി.ഐ ആപ്പിൽ കയറി എത്രയും വേഗം നിങ്ങൾക്ക് ഇത് പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ പൈസ ഡെബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് ക്യാൻസൽ ഓട്ടോ പേ കൊടുത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. സംഭവം നിസ്സാരമാണെങ്കിലും നിങ്ങൾക്ക് പൈസ നഷ്ടമാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.